السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. على النبي دريئتي وهم إليه وسيلتي أرجو بهم يعطى غدا بيد اليمين صحيفتي. റഹ്മാൻ റഹീമായ റബ്ബ്, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുള്ളൊരു സദസ്സാക്കി നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ ജീവിച്ച് അവസാനം ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ പെടുത്തിത്തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഭിവന്യ നേതൃത്വം ഷറഫു സാദാത്ത് തങ്ങൾ ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട സയ്യിദ് ജലാൽ തങ്ങൾ, ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, തങ്ങളെ സ്നേഹിച്ച് ഇവിടെ എത്തിപ്പെട്ട നല്ലവരായ സ്ഥാപനത്തിൻ്റെ മുഹിബ്ബീങ്ങൾ, സഹോദരിമാർ, നീട്ടി സംസാരിക്കുകയല്ല, ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് വന്യരായ തങ്ങൾ ഉസ്താദ് വേദിയിലേക്ക് വരും. ശേഷം റാത്തീബ് ചൊല്ലി ദുആ ചെയ്ത് പിരിയുന്ന മജ്ലിസാണ്. ഈ മുടിപ്പൂ പ്രദേശം കാലങ്ങളായി ഇതിലൂടെ യാത്ര പോകുമ്പോൾ ഈ പരിസരത്ത് കണ്ടിരുന്നത് ഒരു കൽപ്പന മാത്രമായിരുന്നു. ചെത്തുകല്ലിൻ്റെ പനയെന്ന് പറയും, കൽപ്പന എന്ന് പറയും. അൽഹംദുലില്ലാ, ഇപ്പോൾ ഈ മുടിപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് പാർക്കിലെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ മിനാരങ്ങളാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ അത് മനസ്സിനെന്തൊരു സന്തോഷമാണ്. നമ്മുടെ ഈ നാട്ടിൽ ഈ പരിവർത്തനമുണ്ടാക്കിയ നമ്മുടെ നേതൃത്വമായ തങ്ങൾ ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ആമീൻ പറയണേ. നമ്മൾ തങ്ങൾക്കല്ലതുമായിരിക്കുന്നു, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ തങ്ങൾ ഉസ്താദ് പരിപാടി തുടങ്ങുമ്പോൾ തന്നെ വന്ന് സദസ്സിലിരിക്കും, അത് ഫുള്ളായിട്ട് കേൾക്കും. അല്ലാണ്ട് ഇങ്ങനെ പരിപാടി തീരാനം വന്നിട്ട് കയറുന്ന പരിപാടി നമ്മളെ നിങ്ങൾക്കില്ല.
തുടക്കം മുതലേ തങ്ങൾ ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ടാവും. റാത്തീബിന് ഇവിടെയാണെങ്കിലും മഞ്ഞമ്പാറിയിലാണ് അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് തങ്ങൾ കുറച്ച് കടക്കി ഞങ്ങൾ വേദം അറിയാം, തങ്ങൾ കുറച്ച് കടക്കി ഞങ്ങൾ വേദം അറിയാമെന്ന് പറഞ്ഞ് തങ്ങളെ കടത്തിയിട്ട് വന്നതാണ്. എപ്പോഴും ഓട്ടം, എപ്പോഴും ഓട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി. അതോടൊപ്പം ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ്. നേരത്തെ സ്വാഗതത്തിൽ ചുരുങ്ങിയ സമയത്ത് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ ഹജ്ജിന് പോകാൻ ഒരുങ്ങലോടെ തന്നെ അള്ളാഹുവിൻ്റെ വിരുന്നുകാരായിട്ട് മാറി. വിരുന്നുകാർ എന്ത് ചോദിച്ചാലും കൊടുക്കൂലേ? ഒരു പുരക്കൊരു വിരുന്നുകാരൻ വന്നാൽ എന്ത് വേണോ? പുരക്കാരൻ ഇങ്ങനെ ചോദിക്കാൻ എന്ത് വേണം, എന്ത് വേണം, എന്ത് വേണമെന്ന് ഇങ്ങനെ ചോദിക്കാം. അയാൾ ഒന്നും വേണ്ട, ജ്യൂസ് എടുക്കട്ടെ, കട്ടൻ ചായ എടുക്കട്ടെ, ഓർലീസ് എടുക്കട്ടെ, ഒന്നും വേണ്ട. അല്ല ഒന്നും വേണ്ട, അത് പറ്റൂല, അര ഗ്ലാസ് വെള്ളം എടുത്തേ. ഒന്നും കുടിക്കാണ്ട് വിരുന്നുകാരെ പുരക്കാരെ വിടൂലല്ലോ, ഉറപ്പല്ലേ? എന്നാൽ ഹജ്ജിനൊരുങ്ങിയാൽ അവർ അല്ലാഹുവിൻ്റെ വിരുന്നുകാരാണ്. വിരുന്നുകാർ എന്ത് ചോദിച്ചാലും കൊടുക്കും. അതുകൊണ്ട് ഹജ്ജാജികൾ യാത്രക്കൊരുങ്ങിയാൽ തന്നെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പറയാൻ കാരണം. അങ്ങനെ അവർ ഹജ്ജ് കഴിഞ്ഞ് വന്നാലും വന്ന ഉടനെ ആ പവർ നഷ്ടപ്പെടുന്നില്ല. കഅബനെ ചുംബിച്ച് വന്ന മുഖമാണ്, കഅബയിൽ നെറ്റിവെച്ച് വന്ന മുഖമാണ്. ആ മുഖത്തിൻ്റെ പവർ പെട്ടെന്ന് കിട്ടുപോകൂല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഹജ്ജാജികൾ വന്നാലും അവരുടെ 40 ദിവസക്കാലം ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയാൻ കാരണം. തങ്ങൾ ഉസ്താദിനെ കൂടെ ഹജ്ജിന് പോയ വേറെ നമ്മൾ ആചാറിലുണ്ടല്ലോ, പോയ കുറേ ആളുണ്ട്. കൂടെ ഹജ്ജിന് പോയ പല ആൾക്കാരുമുണ്ട്. അല്ലാഹു തആല ഹജ്ജൊക്കെ കബൂലാക്കട്ടെ, അല്ലാഹു ഹജ്ജൊക്കെ സ്വീകരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവരോട് പറയാണ്, 2024 ഹജ്ജിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് ഇപ്പന്നെ കൊടുക്കാൻ പയ്യ മേലോട്ടൊക്കെ ഒരു കാര്യമില്ല, ഇപ്പന്നെ കൊടുക്കുക. ഈ മാസം 31 വരെയാണ് അപേക്ഷയുടെ സമയം. എല്ലാവരും കൊടുക്കണം. പൈസ അള്ള തരും. ആ സമയമാകുമ്പോൾ ഞമ്മ ഒരുങ്ങാണ്ട് പൈസ ഇല്ലാത്ത കടന്നുറങ്ങിയ പൈസ തരല്ല, കടന്നുറങ്ങിയ പൈസ വരുമോ? അങ്ങ് ഒരുങ്ങാൻ ഹജ്ജിന് കൊടുക്കുക, സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോവന്നെ. അത് പൈസ അങ്ങ് കോരി വാരി തരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാൻ ഒരുങ്ങണം, അപേക്ഷ കൊടുക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മദനിക്കൊക്കെ 10 ഹജ്ജ് ചെയ്യേണ്ട സമയം കഴിഞ്ഞാൽ പോകുന്നില്ല, ഇടന്താക്കുന്നത്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉംറക്കോ ഞാനറിയാം. അപ്പോൾ ഹജ്ജിന് പോകണം, കഅബയിലേക്കൊന്ന് ചെല്ലണം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതാലിമികൾക്ക് വേണ്ടി പറയാണ്, ഹജ്ജിൻ്റെ ബാബിൽ ഫത്തുലുമിൻ്റെ ഖിയാനത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം കാണാം. നാളെ ഖിയാമത്ത് നാളെ കഴിഞ്ഞാൽ സബാനിയാക്കളാകുന്ന മലക്കുകളെ അള്ളാഹ് പറഞ്ഞയക്കുകയാണ്. ആ മലക്കുകൾ വന്നിട്ട് കഅബൻ്റെ 4 മൂലക്ക് സ്വർണത്തിൻ്റെ, മാണിക്യത്തിൻ്റെ, വജീരത്തിൻ്റെ വലിയ കയറ്, വള്ളി കൊണ്ടുവരികയാണ്. കഅബൻ്റെ 4 മൂലയിൽ മലക്കുകൾ വന്നിട്ട് ആ കയറ് കൊണ്ടങ്ങ് കെട്ടി കഅബയോട് പറയുന്നു, ഇസ്രാഫീൽ ഊതിയിരിക്കുകയാണ്, പോകാം, നമുക്ക് പോകാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മലക്കുകൾ ആ കഅബനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ കഅബ മലക്കുകളോട് പറയാണ്, വരാനായിട്ടില്ല, വരാൻ സമയമായിട്ടില്ല, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് ശേഷമേ പോകാൻ പറ്റൂ. മലക്കൾ ചോദിക്കാണ്, എന്താ കഅബ നിനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധ കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്ത് എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ട് മരിച്ചു കിടക്കുന്ന കുറേ ആൾക്കാർ കഅബന്റെ ചുറ്റുഭാഗത്തുണ്ട്. മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തുള്ള ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികളുണ്ട്. ആ ഖബറാളികൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് വേണം. മക്കയിലെ ജന്നത്തുൽ മുഹല്ലയിലും മറ്റു ഖബർസ്ഥാനിലും കിടക്കുന്ന ഖബറാളികൾ, അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അധികാരം വേണം. മലക്കുകൾ നേരെ അള്ളാന്റെ മുമ്പിൽ പോവാൻ പോയിട്ട് മലക്കുകൾ പറയുന്നു, പഠിച്ചോനെ കഅബ വരുന്നില്ല,
കഅബ ചില ഡിമാൻഡ് വെക്കാണ് വരണമെങ്കിൽ അള്ളാഹ് പറയാണ് എന്താണോ കഅബ ചോദിക്കുന്നത് അതൊക്കെ കൊടുത്തോളി എന്ന് പറഞ്ഞു. അതൊക്കെ കൊടുത്തോളി. അങ്ങനെ കഅബക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. പുണ്യ ഹറമിൽ പോയി മരണപ്പെട്ട് കിടക്കുന്ന ഖബറാളികൾക്ക് ശഫാഅത്ത് ചെയ്യാൻ കഅബക്ക് അധികാരം കൊടുക്കുക. അത് കഴിഞ്ഞ് ഇനി പോകാമല്ലോ എന്ന് കഅബയോട് മലക്കുകൾ പറയുമ്പോ കഅബ പറയുന്നു ആയിട്ടില്ല, എനിക്ക് ഇനിയൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താ കഅബ? അപ്പോഴാണ് കഅബന്റെ മറുപടി, എന്റെ ഹദ്റത്തിൽ വന്നിട്ട് എന്നെ ചുറ്റിയിട്ട് എന്നെ മുത്തിമണത്തിട്ട് കഅബയാകുന്ന എന്നെ മുത്തിമണത്തിട്ട് പോയവരുണ്ട് ഇവിടെ, അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ അധികാരം വേണോ? അങ്ങനെ എന്റെ ചുറ്റിങ്ങനെ ചുറ്റിയിട്ട് എന്നെ മുത്തിമണത്തിട്ട് എന്റെ കഅബയെ തൊട്ടുമണത്ത് പോയവരുണ്ട്, അവരെ ശഫാഅത്ത് ചെയ്യാൻ അധികാരം വേണം. മലക്കളും പിന്നെ പോയി അള്ളാഹിന്റെ അടുത്ത്, പടച്ചോനെ കഅബ വരുന്നില്ല, കഅബ വരുന്നില്ല, കഅബക്ക് ഭയങ്കര ഡിമാൻഡാ. എന്നൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, എന്താ? എന്നെ തവാഫ് ചെയ്തിട്ട് എന്നെ മുത്തിമണത്ത ആൾക്കാർക്ക് ശഫാഅത്തിന് അധികാരം വേണോ? അള്ളാഹ് പറഞ്ഞു ചോദിക്കുന്നത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ചോദിക്കുന്നത് കൊടുത്തോളൂ. അങ്ങനെ കഅബക്ക് ശഫാഅത്തിന് അധികാരം കൊടുത്തിട്ട് മലക്കുകൾക്ക് വലിയ റാഹത്താന്നില്ല. മലക്ക് പണ്ടേ അങ്ങനെയല്ലേ, ആദ്യം നബീനെ പടക്കാൻ വേണ്ടി മലക്കോട് ചോദിക്കുമ്പോൾ മലക്ക് ഓരെ പഠിച്ചിട്ടുണ്ട്. കാരണം ഓർ കത്തിക്കുത്തുണ്ടാക്കുന്ന ആൾ, ഒരു ഗുരുമാരുണ്ടാക്കുന്ന ആൾ, ഓരെ പഠിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ മലക്ക് വന്നിട്ട് കഅബയോട് ചോദിക്കാൻ, അല്ല കഅബ, എന്താ നിങ്ങൾ ഇപ്പൊ ചോദിച്ചത്? എന്നെ തവാഫ് ചെയ്തിട്ട് മുത്തിമണത്ത് പോയവർക്ക് ശഫാഅത്തിന് അധികാരം വേണമെന്നാണോ? എന്നാൽ നിങ്ങളെ മുത്തിമണത്തിട്ട് പോയി നാട്ടിലേക്ക് എത്തുമ്പോ തമ്മാടിത്തരം ചെയ്ത എത്ര ഹാജിമാരുണ്ട്? ഹജ്ജും കഴിഞ്ഞ് ഉംറയും കഴിഞ്ഞ് നാട്ടിലേക്ക് പോയിട്ട് വൃത്തികേട് ചെയ്യുന്ന, തോന്നിവാസം ചെയ്യുന്ന എത്ര എത്ര ഹാജിമാരുണ്ട്? അവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യാനാണോ ചോദിക്കുന്നത്? അപ്പോഴാണ് കഅബന്റെ മറുപടി, അതെ അതെ, എന്നെ മുത്തിമണത്തിട്ട് പോയിട്ട് പിന്നെയും തെറ്റ് ചെയ്ത അക്രമികളുണ്ട്, അവർക്കെല്ലാം ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അധികാരം വേണം. കഅബക്ക് 2 അധികാരം അല്ലാഹ് കൊടുത്തപ്പോ മലക്കൾ ചങ്ങലയിട്ട് വലിക്കുന്നു കഅബനെ. കഅബ പിന്നെയാണ് പോകുന്നത്. കഅബ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ മലക്കൾ ഒരു വിളി വിളിക്കും. എന്താ വിളിക്കുന്നത്? ഒരൊറ്റ വിളി മലക്ക്. എന്താ? ഹജ്ജിന് പോയി ഉംറക്ക് പോയി കഅബനെ ചുറ്റിമണത്ത ഹജ്ജാജിമാരും ഉംറ ചെയ്തവരും എവിടെ? കഅബന്റെ മുമ്പിൽ സമ്മേളിക്കണം, കഅബന്റെ മുമ്പിൽ സമ്മേളിക്കണം. അവരെല്ലാം കഅബന്റെ മുമ്പിലേക്ക് എത്തി. ആ കഅബ ഇങ്ങനെ പോകുമ്പോൾ ലക്ഷക്കണക്കിന് ഹാജിമാരും ഉംറ ചെയ്തവരും കഅബനെ മുത്തിമണത്ത മുഅ്മിനീങ്ങൾ കഅബന്റെ പിന്നാലെ മഹ്ശറിലേക്ക് യാത്ര പോകുന്നു. റബ്ബിന്റെ മുമ്പിൽ അവർക്ക് വേണ്ടി കഅബ ശഫാഅത്ത് ചെയ്യുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അഭാഗ്യവന്മാരിൽ പെടുത്തി തരട്ടെ, അല്ലാഹു അഭാഗ്യവന്മാരിൽ പെടുത്തി തരട്ടെ. ഒന്നതാണ്. രണ്ടാമത് നേരത്തെ ഉസ്താദ് ഇപ്പോൾ 2 മിനിറ്റ് തുടങ്ങി വെച്ചൊരു വിഷയം, ഇവിടെ മദീനത്ത് വേറൊരു ശഫാഅത്ത് വേറെ ഉണ്ട്. അതേതാ? അത് മദീനയിലെ ശഫാഅത്താണ്. അത് വേറെ തന്നെയാണ്. അത് ആരുടെ ശഫാഅത്താണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്താണ്. അതെന്താണ്? മനിസ്തതാഅ മിൻകും മയ്യമൂത ഫിൽ മദീനതി ഫല്യമുത്. മദീനയിൽ പോയി മരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എന്തുകൊണ്ട്? ഫഇനഹു കുൻതു ലഹു ശഫീഅൻ ഔ ഷഹീദ യൗമൽ ഖിയാമ. നാളെ മഹ്ശറക്കെത്തിയാൽ അവനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാണ്, അവനിക്ക് സാക്ഷി പറയുന്നവൻ ഞാനാണ്. മദീനയിൽ മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? ഒരാൾ ഹജ്ജിന് പോയിട്ട് മക്കത്ത് സീരിയസ് ആയിട്ട് കിടക്കാണ്. അങ്ങനെ കടന്നതിനെ പറ്റി, ഭയങ്കര സീരിയസ് ആയി കടന്നതിനെ പറ്റിയിട്ട് എന്നോട് ഒരാൾ ഇങ്ങനെ പറയാണ്. പറയുമ്പോൾ ഇങ്ങനെ തങ്ങ ഇരിക്കും പോലെ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്നോട് ഒരാൾ പറയാണ്, നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മക്കത്ത് സീരിയസ് ആയിട്ട് ഹജ്ജിന് പോയിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ഉസ്താദ് ദ്വാരക്കി എന്ന് പറയുമ്പോൾ ഇയാൾ പറയാം, നീ ബേജാറാണ്ടാ, എന്തേ? അയാൾ മക്കത്ത് മരിക്കല, നാട്ടിലേക്ക് വരൂ, നീ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ എന്താ എന്നാട്ടി വലിയ ആൾ ഇയാളായി പോയത്? ദ്വാരക്ക എന്നോടല്ലേ ചെയ്യുന്നത്, ഇയാളൊരു നാടന്.
ഇയാൾ എന്നാട്ട് വലിയ ആൾ ഇയാളായി പോയി. ഇയാൾ നിങ്ങൾ ബേജാറാണ്ട, ഈ വരുന്നാട് വന്നാട് പറയാൻ ബേജാറാണ്ട, കാരണം ആൾ മരിക്കൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അയാൾ പോയതിനു ശേഷം ഞാൻ ഇയാളോട് വെച്ച് നിങ്ങൾ അങ്ങനെ പറയാൻ കാണാം, മക്കത്തൊക്കെ മരിക്കാൻ വലിയ ഭാഗ്യം വേണ്ട, ഈ വൃത്തികെട്ട മനുഷ്യന് മക്കത്ത് മരിക്കുമോ? അവിടെയൊക്കെ പോയി മരിക്കണമെങ്കിൽ ഭാഗ്യത്ര വേണം. അതൊക്കെ ഈ വൃത്തികെട്ട മനുഷ്യർക്ക് കിട്ടുമോ? അയാളോട് തോന്നി മാസം ചെയ്തിട്ട് ഹജ്ജിന് പോയിട്ട് മക്കത്ത് മരിക്കാൻ നടക്കുന്ന വിഷയമൊന്നുമല്ല, അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുന്ന വിഷയമാണ്. എന്നാൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാലത്തിൽ ഊതിക്കഴിഞ്ഞാൽ അന അവ്വലുൻ നാസി ഖുറൂജാ, ഞാനാണ് മണ്ണറയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്ന ആൾ. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറാകുന്ന മണ്ണറയിൽ നിന്ന് ആദ്യം വരുന്ന ആൾ ഞാനാണ്. ഇസ്രാഫീൽ സൂറെന്ന മലക്ക് സൂറെന്ന കാലത്ത് ഊതിയപ്പോൾ ഒരു കൂട്ടം മലക്കുകൾ മദീനത്തേക്ക്, ഒരു കൂട്ടം മലക്കുകൾ മക്കത്തേക്ക് പോയ മലക്കിന്റെ കഥ ഇപ്പം ഞാൻ പറഞ്ഞു. ഒരു കൂട്ടം മദീനയിലേക്ക്. എന്തിനാ? റസൂലുള്ളാഹിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഹബീബിനെ കൂട്ടാൻ വേണ്ടി മദീനയിലേക്ക് പോയി. അങ്ങനെ ഒരു ഭൂമി ലോകത്തേക്ക്, ഈ കാണുന്ന ഭൂമിയൊക്കെ നശിപ്പിച്ച് നിരപ്പായി കാണുന്ന ഒരു സ്ഥലം, അവരോടാണ് അല്ലാഹു പറയുന്നത്, പോയി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി വരൂ. മലക്കുകൾ റസൂലുള്ളാഹിനെ കൂട്ടാൻ വേണ്ടി വന്നു. ഭൂമി ലോകത്തേക്ക് വന്ന് നോക്കുമ്പോൾ നിരപ്പായി കിടക്കുന്ന സ്ഥലം. എവിടെ? മദീന. കാണുന്നില്ല. മദീന എവിടെ? കാണുന്നില്ല. പച്ചക്കുപ്പയില്ല, മദീനയിലെ പള്ളിയില്ല, ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. എവിടെ? അല്ലാഹു പറയാണ്, മലക്കുകൾ, പടച്ചോനെ, ഹൈന ഖബ്റു ശരീഫ്, യാ റബ്ബു യാ അല്ലാഹ്, ഖബ്റു ശരീഫ് എവിടെ? ഖബ്റു ശരീഫ് എവിടെ? കാണുന്നില്ലല്ലോ, ഖബ്റു ശരീഫ് കാണുന്നില്ലല്ലോ. മലക്കിങ്ങനെ പറയുമ്പോ അള്ളാഹുവിന്റെ ആകാശ മേൽഭാഗത്തിൽ നിന്നിട്ട് ഒരു വെള്ളിയടിക്കുകയാണ്, ഭൂമിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു ലൈറ്റ് അടിക്കുകയാണ്. മാമിങ്ങൾ എഴുതി വെക്കുന്ന കിതാബിൽ ഒരു ലൈറ്റ് അടിക്കുകയാണ്. ആ ലൈറ്റ് അടിച്ചതിലേക്ക് മലക്ക് വരുന്നു. ജിബ്രീലും കൂടെയുള്ള മലക്കുകൾ ഇവിടെ വരാൻ വന്നിട്ട് ആ വെളിച്ചം, ആ ലൈറ്റ് അടിച്ച അതേ സ്ഥലത്ത് പോയിട്ട്, യാ റസൂലല്ലാഹി ഖും ബിഇദ്നില്ലാഹ്, ഓ നബിയേ, അള്ളാന്റെ ഓർഡർ പ്രകാരം എഴുന്നേൽക്കണമെന്ന് മലക്ക് പോയിട്ട് പറയുമ്പോ ആ ഭൂമി അങ്ങോട്ട് നീങ്ങുന്നു, റൗള പൊട്ടുന്നു, ഹബീബായ തങ്ങൾ ആദ്യമായി പുറത്തേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് വരികയാണ്. ജിബ്രീലും മികാഈലും മലക്കുകളും റസൂലുള്ളാഹിന്റെ കൈപിടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്താ പറയുന്നത്? ഓ ജിബ്രീലേ, സിദ്ദീഖിനെ വിളിക്കൂ, ഉമറിനെ വിളിക്കൂ റളിയല്ലാഹു അൻഹുമാ. റസൂലുള്ളാഹിന്റെ മറുപടി, വിളിക്കൂ, സിദ്ദീഖിനെ വിളിക്കൂ, ഉമറിനെ വിളിക്കൂ. റസൂലുള്ളാഹി തങ്ങളെ വാക്ക് കേട്ട് ജിബ്രീൽ വിളിക്കുന്നു സിദ്ദീഖ് തങ്ങളെ. സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് വരുന്നു, ഉമർ ഖത്താബ് എഴുന്നേറ്റ് വരുന്നു. ഭൂമി ലോകത്ത് 3 പേര് മാത്രം ആ മണ്ണറയിൽ നിന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് പോകാൻ അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റു. 3 പേര് മാത്രം. ഈ 3 പേര് എഴുന്നേറ്റപ്പോ അടുത്ത മറുപടി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ജിബ്രീലേ, മദീനയിലെ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന കബറാളികളുണ്ട്. ആ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന കബറാളികളെ വിളിക്കണം. സുബ്ഹാനല്ലാഹ്, മദീനയിലെ ഖബർസ്ഥാനി, മക്കത്തെ ഖബർസ്ഥാനിക്ക് നേരത്തെ കഅബ ചെയ്തില്ലേ ശഫാഅത്ത്? മദീനയിലെ ഖബർസ്ഥാനിൽ വിളിക്കണം. അങ്ങനെ ജിബ്രീൽ പോകുന്നു മദീനയിലെ ജന്നത്തുൽ ബഖീലേക്ക്. അവിടെ ആരാ കിടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തുണ്ട് അവിടെ. റസൂലുള്ളാഹിന്റെ പുതിയ ആപ്പിളയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ജന്നത്തുൽ ബഖീയിലുണ്ട്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട് അവിടെ. 2 ഭാര്യമാര് മക്കയിലുണ്ട്, 9 ഭാര്യമാര് മദീനയിലുണ്ട്. മക്കയിൽ ജന്നത്തുൽ മുഹല്ലയിൽ കാണാം മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. അതുപോലെ ഉംറക്ക് ഹജ്ജിന് പോയവർക്കറിയാം, മസ്ജിദ് ആയിഷ ഇഹ്റാം കിട്ടുന്ന സ്ഥലമില്ലേ, ഉംറക്ക് വേണ്ടി ഇഹ്റാം കിട്ടുന്ന സ്ഥലം. മസ്ജിദ് ആയിഷയിൽ നിന്ന് ഇഹ്റാം കിട്ടിയിട്ട് ഹറമിലേക്ക് വരുമ്പോൾ ആ വരുന്ന വലതു ഭാഗത്ത് കാണാം മഖ്ബറത്തു മൈമൂന ബീബി റളിയല്ലാഹു അൻഹാ.
മൈമൂന ബീവിയുടെ മക്ബറ കാണാം. അവിടെ മക്കയിൽ മൈമൂന ബീവിയുടെ മക്ബറ കാണാം. മൈമൂന ബീവിന്റെ ചരിത്രം പരിശോധിക്കുന്ന സ്ഥലത്ത് കാണാം. മൈമൂന ബീവിന്റെ മക്ബറ എങ്ങനെ മക്കയിലേക്ക് എത്തി? റസൂലുള്ളാഹിന്റെ കൂടെ മദീനത്ത് താമസിച്ച മഹദിയല്ലേ, പിന്നെ എങ്ങനെ അത് മക്കയിലേക്ക് എത്തി? അത് മഹാന്മാര് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മൈമൂന ബീബി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയത്ത് അവിടെ കൂടിയവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം ഞാൻ മരിച്ചാൽ നിങ്ങൾ നിറവേറ്റി തരണം. കൂടെ ഉള്ളവർ ചോദിക്കുന്നു, അല്ല മഹദി, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്താ? മഹദിയായ മൈമൂന ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ആഗ്രഹം മുത്തുനബി തങ്ങൾ എന്നെ മക്കയിലുണ്ടാകുമ്പോൾ മംഗലം കഴിച്ചൊരു സ്ഥലമുണ്ട്, എന്നെ വീട്ടുകൂടിയ കല്യാണം കഴിച്ച വീട്ടുകൂടിയൊരു സ്ഥലമുണ്ട് മക്കത്ത്, ആടെ കൊണ്ടുപോയിട്ട് എന്നെ കബറടക്കണം, അവിടെ കൊണ്ടുപോയിട്ട് എന്നെ കബറടക്കണം. മൈമൂന ബീബിയുടെ ആഗ്രഹമായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നിന്ന് മൈമൂന ബീബിന്റെ മക്ബറ മക്കയിലാണ്. അതുപോലെ 9 ഭാര്യമാരും മദീനയിലാണ്. അവിടെ മദ്ഹബിന്റെ ഇമാമുണ്ട്, അവിടെ സ്വഹാബത്തുണ്ട്, താബീങ്ങളാകുന്ന മഹാന്മാരുണ്ട്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ അവിടെ കടക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സമയം അങ്ങ് നീണ്ടുപോകും. ജന്നത്തുൽ ബഖീന്റെ ചരിത്രം വളരെ വിശാലമാണ്. ആ മദീനയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികൾ ജിബ്രീൽ പോയിട്ട് അവിടെ പറയുന്നു, ഖുമൂ ബിഇദ്നില്ലാഹ്, അള്ളാന്റെ അനുവാദപ്രകാരം നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് പറയുമ്പോ മദീനയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്നവര് എഴുന്നേൽക്കുന്നു. അവരെഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവരോട് മലക്കൾ പറയുന്ന വാക്കെന്താണ്? അവിടെയുണ്ട് മുത്തു റസൂലുള്ളാഹി, അവിടെയുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, അവിടെയുണ്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരെ പിന്നാലെ പോകണം, അവരെ പിന്നാലെ പോകണം. മുത്തുനബി ശഫാഅത്ത് ചെയ്യുകയാണ്. മുഹമ്മദുൽ കിബിരീത്ത് തങ്ങൾ അൽ ജവാഹിറു സമീന ഫി മഹാസിൽ മദീന, മദീനയിലെ മഹത്വം പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചത് കാണാം. ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന ഖബറാളികൾ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളാണ് എന്ന് വരെ മഹാന്മാരവരെ കിതാബിൽ എഴുതി വച്ചത് കാണാം. അപ്പൊ മദീനത്ത് കിടക്കുന്നവർക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്, മക്കയിൽ കിടക്കുന്നവർക്ക് കഅബന്റെ ശഫാഅത്ത്, രണ്ടും നമുക്ക് ലഭിക്കണോ? അതെങ്ങനെ ഉസ്താദെ രണ്ടും കിട്ടുന്നേ? മക്കത്തേക്ക് പോയാൽ അത് ഏതായാലും കിട്ടും, മദീനത്തേക്ക് ഇപ്പൊ കിട്ടാനുള്ള ചാൻസ് കുറവല്ല. ഞാൻ മുടിപ്പിൽ മരിച്ചാൽ ഇപ്പോ മദീനത്ത് കിട്ടുന്ന എങ്ങനെ? ഇപ്പോ മുടിപ്പിൽ മരിച്ചാൽ മദീനത്ത് കിട്ടല എങ്ങനെ? മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം, കിതാബിന്റെ കയ്യിലുണ്ട്. ഇതിപ്പോ പേരെന്തപ്പാ? അതിൽ കാണാം മദീനയിലെ ഖബറാളികളെ കുറിച്ച് പറയുന്ന അധ്യായം. അതിൽ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാളിങ്ങനെ മദീനയിൽ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവന്റെ ആഗ്രഹങ്ങളെല്ലാം മദീനയിൽ മരിച്ചു കിട്ടണമെന്നാണ്. അങ്ങനെ ആഗ്രഹിച്ച് 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 ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ മരിച്ചത് നാട്ടിലാണ്, മരിച്ചത് നാട്ടിലാണ്. എന്നാൽ ആ ജനാസയെ കൊണ്ടുപോയിട്ട് നമ്മളെ നാട്ടിലെ ഖബർസ്ഥാനിൽ ഖബറടക്കിയാലും റസൂലുള്ള അവരെ മദീനത്തേക്ക് വിളിക്കും. റസൂലുള്ള അവരെ മദീനത്തേക്ക് വിളിക്കും. മദീനയിൽ കടക്കാൻ അവസരമുണ്ടാകും. അങ്ങനെ മദീനയിൽ കടന്ന എത്രയോ ചരിത്രം നാട്ടിൽ മരിച്ചിട്ട് ആ ജനാസ മദീനയിൽ കണ്ട ചരിത്രം ഇമാമികൾ എഴുതി വെക്കുകയാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാഗ്രഹം മദീനയിൽ ഒന്ന് കിടക്കണം, മദീനയിൽ ഒന്ന് മരിച്ച് കിടക്കണമെന്ന ആഗ്രഹം. നാട്ടിൽ മരിച്ചാലും ആഗ്രഹം സഫലീകരിക്കും. അള്ളാഹു ഭാഗ്യവന്മാരിൽ പെടുത്തി തരട്ടെ. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജിന് അപേക്ഷ കൊടുക്കണമെന്നാ പറഞ്ഞതിന്റെ ആകത്തുക. ഹജ്ജിന് പോകണം, കഅബ മുത്തി മണക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്കൻ്റെയും മദീനയും കഥ പറഞ്ഞപ്പോൾ ഹറമിലേക്ക് പോയിട്ട് വന്നാണ് ഹറമിൻ്റെ ബാങ്ക് കേട്ട് ഹറമിൻ്റെ ബാങ്ക് കേട്ടപ്പോൾ ഹറമിലേക്ക് ഒന്ന് പോയിട്ട് വന്നാണ് എന്നായി. തങ്ങൾ പലപ്പോഴും പറയുന്ന ഹറമിൻ്റെ ബാങ്ക് മുടിപ്പോലുണ്ട്, ഞാൻ കൊടുന്നതിന് ആളെ എനിക്ക് ഇപ്പം സംഗതി മനസ്സിലായി അല്ലേ? ഇതന്നല്ല ആള്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെയും പറഞ്ഞത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഹജ്ജിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. മാസം മുഹറമാണ്, ഹിജറ വർഷത്തിൻ്റെ തുടക്കമാണ്. ഇംഗ്ലീഷ് മാസം പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി പറയുന്നത് പോലെ ഹിജറ വർഷത്തിൻ്റെ തുടക്കമാണ് മുഹറം എന്ന് പറയുന്നത്. ഈ മുഹറം വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ചും സയ്യിദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്താന പരമ്പരയിൽപ്പെട്ട തങ്ങന്മാർ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നൊരു മാസമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കണം, മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ, ഇസ്ലാമിക പ്രബോധനം മക്കയിൽ തുടങ്ങിയപ്പോൾ മക്കക്കാര് പറഞ്ഞു പല നിലക്കും റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ തുടങ്ങി. ഒരു നിലക്കും റസൂലുള്ളാഹിനെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മക്കക്കാര് പറഞ്ഞൊരു വാക്കാണ്, നമ്മൾ മിണ്ടാതിരിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം മരിക്കും, മരിച്ചാ പിന്നെ തീർന്നു, പിന്നെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അപ്പോഴാണ് സൂറത്തുൽ അംബിയായുടെ അല്ല മക്കക്കാരെ, തങ്ങൾ വഫാത്തായാൽ നിങ്ങൾ ബാക്കിയാവുമെന്നോ നിങ്ങൾ വിചാരിച്ചേ? നിങ്ങളും പോവൂലേ? തങ്ങൾ പോയാൽ എന്തും ചെയ്യാമെന്ന ധാരണയാണോ? നിങ്ങളും പോവൂലേ എന്ന് വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
പലതും ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല ആൺമക്കളെയും പെൺമക്കളെയും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കളും ജീവിതകാലത്ത് തന്നെ വഫാത്തായി പോയി. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒഴികെ റസൂലുള്ളാഹിന്റെ എല്ലാ മക്കളും വഫാത്തായി അവിടുത്തെ ജീവിതകാലത്ത്. ആ വഫാത്തായ കൂട്ടത്തിൽ അവസാനമായി വഫാത്തായ കുട്ടിയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മകൻ. ആ മകനങ്ങ് വഫാത്തായപ്പോൾ മക്കക്കാര് റസൂലുള്ളാഹിനെ പല നിലക്കും റസൂലുള്ളാഹിനെ പരിഹസിച്ചു പോയി. റസൂലുള്ളാഹിന്റെ പരമ്പര നഷ്ടപ്പെട്ടു പോയി. ഇനി ഇവിടെ തങ്ങന്മാര് വരൂല, റസൂലുള്ളാഹിന്റെ കുടുംബം നിലനിൽക്കൂല. കാരണം എന്തുകൊണ്ടാണ്? കുടുംബം നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയല്ലേ, തറവാട് നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെല്ലാം മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെ റസൂലുള്ളാഹിനെ പല നിലക്കും പരിഹസിച്ചപ്പോ അപ്പിറങ്ങിയ ആയത്തല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗതർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാകൽ കൗതർ. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി 20ലധികം വ്യാഖ്യാനം ഈ ആയത്തിന് പറഞ്ഞത് കാണാം. അതിൽ 4ാമത്തെ തഫ്സീറാണ്, 4ാമത്തെ വ്യാഖ്യാനമാണ്. ഇന്നാ അഅതൈനാകൽ കൗതർ. അല്ലാഹ് തങ്ങൾക്ക് വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് നബിയേ. ആ ബറക്കത്ത് എന്താണ്? ഔലാദുഹു, അതവിടുത്തെ മക്കളാണ്. തങ്ങൾക്ക് അല്ലാഹു തആല മക്കളെ തന്നിട്ടുണ്ട് നബിയേ. ആ മക്കളെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹ് നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളം എണ്ണുമ്പോൾ അവിടെ പറഞ്ഞത് കാണാം. ആഖിർ സമാനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവസാനം ഒരു മഹ്ദി ഇമാം വരും. മഹ്ദി ഇമാം സയ്യിദാണ്. മഹ്ദി ഇമാം ഒരു തങ്ങളാണ്. ആ തങ്ങൾ എവിടെന്നാ വരല്? അതൊരു ഉമ്മ പ്രസവിക്കലാണ്, ഒരു ബാപ്പയിൽ നിന്ന് ജനിക്കലാണ്. അപ്പൊ ഒരു ഉമ്മയിൽ നിന്നൊരു ബാപ്പയിൽ നിന്നൊരു തങ്ങൾ ജനിക്കണമെങ്കിൽ, ആഖിർ സമാൻ എടുക്കുമ്പോ അങ്ങനെ ഒരു ഇമാം വരണമെങ്കിൽ അതുവരെ ഒരു സയ്യിദ് ഇവിടെ നിലനിൽക്കണ്ടേ. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് സയ്യിദന്മാരുണ്ട് എന്ന് മഹാന്മാർ എഴുതി വെച്ചത് കാണാം. എന്നാൽ നിങ്ങൾ നോക്ക്, ആ മഹ്ദി ഇമാമിന്റെ ഒരു ഉമ്മ പ്രസവിക്കലാണ്, ഒരു ബാപ്പന്റെ മുതുകിൽ നിന്ന് ജനിക്കലാണ്. എന്നാൽ നമുക്കറിയാം ഇന്ന് ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നമ്മുടെ കർണാടകയിലും കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ തങ്ങന്മാർ അതിരിവിട്ട് ആദരിക്കുന്നവരാണ്, അതിരിവിട്ട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ അവരെ വാദം കാണാം. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അവർ മഅസൂമിങ്ങളാണ്, തങ്ങന്മാര് തെറ്റ് ചെയ്യാത്തവരാണ്. അമ്പിയാക്കൾ മഅസൂമിങ്ങളായതുപോലെ തന്നെ തങ്ങന്മാരും മഅസൂമിങ്ങളാണ്. തങ്ങന്മാർ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റൂല എന്ന വാദമാണ് ഷിയാക്കളുടെ വാദം. അതുകൊണ്ടാണ് മുത്തഅല്ലിമീങ്ങൾക്ക് കാണാം ശറഅത്ത് എഴുതി ഓതുന്ന സമയത്ത് 1ാമത്തെ പേജ് മറിച്ച് 2ാമത്തെ പേജ് ഇങ്ങനെ മറിക്കുമ്പോ വആലിഹി എന്ന ശറഹിന്റെ വ്യാഖ്യാനം പറയുമ്പോ ഐ ഇത്രത്തുൽ മഅസൂമൂന എന്നവിടെ എഴുതി കൊടുത്തത് കാണാം. എന്താ ആ ആൽ എന്ന് പറഞ്ഞാൽ തങ്ങളെ കുടുംബക്കാരാണ്. ഏത് കുടുംബം? മൽ മഅസൂമൂന, അവരെ തെറ്റിൽ നിന്ന് കാവൽ നൽകപ്പെട്ട അമ്പിയാക്കളെ പോലെ മഅസൂമിങ്ങളായവരാണ് തങ്ങന്മാർ എന്ന് എഴുതി വെച്ചത് കാണാം. എന്തേ അങ്ങനെ ശറഅത്ത് എഴുതി വെക്കാനുള്ള കാരണോ? ശറഅത്ത് എഴുതിന് ശറഹ് എഴുതിയാള് അബ്ദുല്ലാഹിൽ യസ്ദി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഷിയാക്കളിൽപ്പെട്ട ആളാണ്. ആ ഷിയാക്കളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഷിയാവാദത്തിനെയാണ് ശറഅത്ത് എഴുതിന്റെ അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ ശറഅത്ത് വലിച്ചെറിയാൻ നിൽക്കണ്ട. അത് മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ ശരിയാണ്. അത് മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ ശരിയാ. ബാക്കി ശറഅത്ത് എഴുതിയവര് എത്രയോ ഇൽമുണ്ട്, ഒരു ഇൽമിന്റെ ബഹറാണ്. ഇതൊക്കെ ഓതേണ്ടതാ, അതൊക്കെ വലിച്ചെറിയണ്ട. അതൊക്കെ പമ്പർസാക്കേണ്ട സാധനമല്ല. ആരോരും അങ്ങനെ അത് പമ്പർസാക്കി കുട്ടിക്ക് കെട്ടേണ്ട സാധനവും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതൊക്കെ നന്നായി പഠിക്കേണ്ടവരാ. അതൊക്കെ ഓതിയാലേ മൊയിലാരാവുള്ളൂ, അല്ലെങ്കിൽ മൊയിലാരാവൂല. അതൊക്കെ ഓതിയില്ലെങ്കിൽ മൊയിലാരാവൂല. നല്ല മൊയിലാരാകണോ, അതൊക്കെ ഓതണം. അപ്പൊ ഷിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്.
ആ ഷിയാക്കൾക്ക് ഒട്ടനവധി വാദങ്ങളുണ്ട്. എന്നാൽ ഷിയാക്കളുടെ വാദം ഏരി വെച്ച കൂട്ടത്തിൽ കാണാം, മഹ്ദി ഇമാം എന്ന് പറഞ്ഞാൽ അവര് ഒരു ഉമ്മയും ബാപ്പയും ജനിക്കുന്ന കുട്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ, ആ ഫാത്തിമയുടെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ, അവിടുത്തെ മക്കളാകുന്ന സൈനുൽ ആബിദീൻ, അലി റിദാ, മൂസ ഖാദിം, ജഅഫർ സാദിഖ്, ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവരെ കൂട്ടത്തിൽ അതാ ജഅഫർ സാദിഖിന്റെ സന്താന പരമ്പരയിൽ നിന്നിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിനെ പണ്ട് കാണാതെയായിട്ടുണ്ട്. ആ കുട്ടി ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ആ കുട്ടിയാണ് ഖിയാമത്ത് നാൾ എടുക്കുന്ന സമയത്ത് അതാ വരുന്ന മഹ്ദി ഇമാം എഴുതി വെച്ചത് കാണാം. ഇത് എവിടെയുള്ളത്? ഇബ്നു ഹജർ ലൈത്തമി തങ്ങളുടെ അസ്സവായിഖുൽ മുഹീരിക്കയിൽ ഇത് കാണാം. പക്ഷെ അത് ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചതല്ല, അത് ഷിയാക്കൾ കടത്തിക്കൂട്ടിയതാണ്. അത് ഷിയാക്കളെ കിതാബിൽ കടത്തിക്കൂട്ടിയതാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വാദം തെറ്റാണ്. അന്ന് കാണാതായ ആള് ഖിയാമത്ത് നാൾ എടുക്കുമ്പോ വരുന്നതല്ല, അത് ഉമ്മയിൽ നിന്ന് ജനിക്കുന്നതാണ്, ഒരു പാപ്പന്റെ മുതുകിൽ നിന്ന് ജനിക്കുന്നതാ. ആകയാൽ തങ്ങന്മാര് ഖിയാമത്ത് നാൾ വരെ ഉണ്ട് എന്ന് ഇന്നാഅതൈനാക്കൽ കൗസർ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ എഴുതി വെച്ചത് കാണാം. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആൺമക്കളെല്ലാം മരണപ്പെട്ടപ്പോൾ മക്കക്കാരും മദീനക്കാരും പരിഹസിച്ച സമയത്ത് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, നിഅമത്താണ് റസൂലുള്ളാഹിന്റെ സന്താന പരമ്പര. സ്ത്രീകളിലൂടെ പെണ്ണിലൂടെ അല്ലാഹു ഇവിടെ നിലനിർത്തുകയാണ്. നമ്മുടെ തറവാട് നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയാണ് എങ്കിൽ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകതയാണ്. ഹബീബായ തങ്ങളുടെ പരമ്പര നിലനിന്നത് അവിടുത്തെ മകളാകുന്ന ഫാത്തിമയിലൂടെയാണ്. അങ്ങനെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ജനിക്കുന്നു. അലിയാറിലൂടെ ജനിക്കുകയാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ ഈ രണ്ട് മക്കളെ കൊല്ലണം, ഈ രണ്ട് മക്കളെ എങ്ങനെയെങ്കിലും കൊല്ലണം, എന്നിട്ട് തങ്ങന്മാരെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യണം. ഇതായിരുന്നു ശത്രുക്കളെ ഒരേ ഒരു ചിന്ത. അങ്ങനെ കാലം ഇങ്ങോട്ട് കടന്നു വന്നപ്പോ കർബല നടക്കുകയാണ്. അതാ സ്നേഹിച്ചു കൊല്ലുന്നൊരു പരിപാടിയില്ലേ, ചിരിച്ചിട്ട് കൊല്ലുന്നൊരു പരിപാടിയില്ലേ. റസൂലുള്ളാഹിന്റെ പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരിൽപ്പെട്ട ഹുസൈനാർ തങ്ങള് യസീദ് എന്ന് പറയുന്ന കിങ്കരൽ ചതിച്ചിട്ട് ഹുസൈനാർ തങ്ങളെ വധിക്കുന്നു. ആ ഹുസൈനാർ തങ്ങൾ ഷഹീദായ ആ മാസമാണ് മുഹറം 10. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഹജർ ലൈത്തമി തങ്ങൾ എഴുതി വെച്ചത് കാണാം. അൽഹംദുലില്ലാഹ്. വനരായ തങ്ങൾ ഉസ്താദ്, ശറഫ് സാദാത്ത് തങ്ങൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അവർ കർബല ആഘോഷിച്ചു. ഏതുവരെ എന്നറിയുമോ? ഹുസൈനാർ തങ്ങളെ വധിക്കപ്പെട്ടപ്പോൾ മുഹറം 10 കർബലയിൽ ഹുസൈനാർ തങ്ങളെ ഷഹീദാക്കപ്പെട്ടപ്പോൾ യസീദിന്റെ അനുയായികൾ അന്ന് സന്തോഷം കൊണ്ട് രാത്രി മുഴുവനും അതാ മധുരം വിതരണം ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. തങ്ങന്മാര് നശിഞ്ഞുപോയി എന്ന ആ സന്തോഷം കൊണ്ട് അതാ അവര് മധുരം കുടിക്കാൻ കൊടുത്തു. രാത്രിയൊക്കെ ചരിത്രം ഏറി വെച്ചത് കാണാം. ഓ സുഹൃത്തുക്കളെ, ആ ഹുസൈനാർ റളിയല്ലാഹു തആല അൻഹുവിനെ അവര് വധിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശിരസ്, തല അതൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യുന്നു, അവിടുത്തെ ബോഡി മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യുന്നു. എന്തും പോയാൽ കാണാം ബഹുമാനപ്പെട്ടവരുടെ ശറഫാക്കപ്പെട്ട ശരീരം ഇറാഖിലാണ്. ബഹുമാനപ്പെട്ട ഹുസൈനാർ റളിയല്ലാഹുവിന്റെ ശറഫാക്കപ്പെട്ട തല അത് കൈറോവിലെ, ഈജിപ്തിലെ കൈറോവിലെ അൽ അസ്ഹറിന്റെ നേരെ മുമ്പിൽ വലിയ കുബ്ബ കാണാം. അവിടെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്ബറയുണ്ട്. അതിലുള്ളത് ബഹുമാനപ്പെട്ടവരുടെ ശറഫാക്കപ്പെട്ട തല മാത്രമാണ്. ബോഡി മറ്റൊരു നാട്ടിലാണ്. ഒരു സയ്യിദിനെ വധിച്ചിട്ട് തല ഒരു ഭാഗത്ത്, ബോഡി ഒരു ഭാഗത്തേക്ക് മാറ്റി.
പക്ഷേ റബ്ബിന്റെ തീരുമാനത്തെ ഓവർടേക്ക് ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും സാധിക്കുന്ന പരിപാടിയല്ലല്ലോ. റബ്ബിന്റെ തീരുമാനമാണ്. ഇവിടെ തങ്ങന്മാര് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ. ഹുസൈനാർ തങ്ങളെ മക്കളുണ്ട് യസീദ്. അങ്ങനെ ഹുസൈനാർ തങ്ങളെ മക്കളാകുന്ന സൈനുൽ ആബിദീൻ അവരുടെ അഹ്ലു ബൈത്തിന്റെ പരമ്പര ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. ഇന്നും നിങ്ങൾ കണ്ടില്ലേ ആ ഹുസൈനാർ തങ്ങളെ പേരും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഷിയാക്കൾ കർബല നടത്താൻ. ഇന്നും ഷിയാക്കൾ കർബല നടത്താൻ. ബോംബെയിലൊക്കെ മുഹറം 10 പോയാൽ കാണാം. ബഹ്റൈനിലും യുഎഇയിലെ ഷാർജയിലും അതുപോലെ തന്നെ ഈജിപ്തിലും പല രാജ്യങ്ങളിലും പോയപ്പോ കണ്ടതാ മുഹറം 10 വലിയ റാലി നടത്താൻ. ആ റാലിയിൽ യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് കടാര കൊണ്ട് നെഞ്ചത്തേക്ക് ഇങ്ങനെ കുത്തുന്ന യാ ഹുസൈൻ യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞ് കർബലയുടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ഷിയാക്കൾ നെഞ്ചത്തേക്ക് അടിക്കുന്നത് കാണാം. അങ്ങനെ നെഞ്ചത്തടിക്കൽ തെറ്റാണ് എന്നും ഷിയാക്കളുടെ ആ വാദം കുഫ്രിയത്തിന്റെ വാദമാണ് എന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരെ കിതാബിൽ അതിന് വിശദീകരിച്ചത് കാണാം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ തങ്ങന്മാരെ നശിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പക്ഷേ റബ്ബിന്റെ ഖലാആണ്. ഖിയാമത്ത് നാൾ വരെ സയ്യിദന്മാർ ഇവിടെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം മിസ്റിൽ താമസിക്കുന്ന കാലത്താണ്. അന്ന് മിസ്റിലേക്ക് ഷാഫി ഇമാം മിസ്റിലേക്ക് വരുന്നതിലേക്ക് 2 വർഷം മുമ്പ് മിസ്റിലേക്ക് വന്നൊരു മഹദിയാണ് റാബിയത്തുൽ അദവിയ്യ, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഷാഫി ഇമാം മിസ്റിലേക്ക് വരുന്നതിന് 2 കൊല്ലം മുമ്പ് മദീനയിൽ നിന്ന് മിസ്റിലേക്ക് വന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. ഈ നഫീസത്തുൽ മിസ്രിയ ആരാ? റസൂലുള്ളാഹിന്റെ മകളാകുന്ന ഫാത്തിമ, അവിടുത്തെ മകനാകുന്ന ഹുസൈൻ, അവിടുത്തെ മകനാകുന്ന സൈനുൽ ആബിദീൻ, ആ പരമ്പരയിലൂടെ കടന്നു വന്ന 8ാമത്തെയോ 9ാമത്തെയോ പുള്ളിയാണ് നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ തങ്ങൾ ബിവിയെ കുറിച്ച് മഖ്ദൂം കുടുംബത്തിനെ കുറിച്ച ഒരു വലിയ 123 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിച്ച ഒരു മൗലിദ് എൻ്റെ കയ്യിലുണ്ട്. PDF ഞാൻ തരാവാണെങ്കിൽ ഇപ്പോൾ നഫീസ മിസ്രിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന 123 വർഷങ്ങൾക്ക് മുമ്പ് മഖ്ദൂം കുടുംബത്തിൽ ജനിച്ച ഒരു മൗലിദ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതിപ്പോൾ ഈജിപ്തിൽ പോയപ്പോൾ കിട്ടിയ മൗലൂദാണ്. അവിടെ നിന്നാണ് സാധനം കിട്ടിയത്. അതിൽ ചരിത്രം കാണാം. റസൂലുള്ളാഹിന്റെ പേരമക്കളിൽ 8ാമത്തെയോ 9ാമത്തെയോ പേരക്കുട്ടിയായി എണ്ണപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. ആ നഫീസത്തുൽ മിസ്രിയ വളരെ പ്രൗഢിയോടെ ഇന്ന് മിസ്രിൽ കിടക്കുകയാ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ എല്ലാം ആയിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഏതുവരെ എന്നറിയോ? ഷാഫി ഇമാമു ദ്വാരക്കാനൊക്കെ പറഞ്ഞത് വേറെ വിഷയമാണ്. അവസാനം വഫാത്തിനോടടുക്കുന്ന സമയത്ത് ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ശിഷ്യന്മാരെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നഫീസ ഉമ്മ മയ്യത്ത് നിസ്കരിക്കണം എന്ന് വരെ പറഞ്ഞു. നഫീസ ഉമ്മ എനിക്ക് മയ്യത്ത് നിസ്കരിക്കണം. ഇമാമുന ശാഫിഈ തങ്ങളുടെ ജനാസ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അവിടുത്തെ ജനാസ നഫീസ ഉമ്മ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ശാഫി ഇമാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു അവിടെ ഇമാമത്ത് നിൽക്കുകയും ആ മയ്യത്ത് നിസ്കാരത്തിലേക്ക് ഇമാമത്ത് നിൽക്കുകയും ഇമാം ബുവൈത്തി തങ്ങളെ നേരെ പിന്നിൽ മഅ്മൂമത്തായിട്ട് നഫീസത്തുൽ മിസ്രിയ മയ്യത്ത് നിസ്കരിച്ചു എന്ന് നൂറുൽ അബ്സാരിൽ എഴുതി വെച്ചത് കാണാം. എന്നാ നിങ്ങൾക്കറിയോ, ഷാഫി ഇമാമിന്റെ ജനാസ കൊണ്ടുപോയിട്ട് നഫീസ ഉമ്മാന്റെ ഹദ്റത്തിൽ വെച്ചു. ഇന്നും ഈ സമയത്തും ഇന്ന് വരെ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു 3 മയ്യത്തുണ്ട് നഫീസ ഉമ്മാന്റെ ഹദ്റത്തിൽ. ആര് മിസ്ർ നാട്ടിൽ മരിച്ചാലും മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുവന്നിട്ട് നഫീസ ഉമ്മാന്റെ മക്ബറിൽ 10 മിനിറ്റ് മയ്യത്ത് കടത്തിയിട്ട് നേരെ ഖബർസ്ഥാനിലേക്ക്. മാഷാ അല്ലാഹ്, തങ്ങൾ എത്രയോ മയ്യത്ത് കണ്ടു എന്ന് പറയും. ഇന്നും അത് നിലവിലുണ്ട്. ഷാഫി ഇമാമിന്റെ ജനാസ കൊണ്ടുവച്ച അതേ ഒരു കാരണം, നഫീസ ഉമ്മാന്റെ ഹദ്റത്തിൽ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അവിടുന്ന് നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തേ? അവിടെ കിടക്കുന്ന ഒരു മഹദിയാൻ, ഒരു സയ്യിദത്താൻ, ഒരു തങ്ങളാൻ, ഒരു മഹദിയാൻ, റസൂലുള്ളാഹിന്റെ പുള്ളിയാൻ ഷാഫി ഇമാമ ബറക്കത്ത് കുറിച്ചെങ്കിൽ ഇന്നും മിസ്രിൽ മരണപ്പെട്ടവർ മുഴുവനും
ആ മഹദിയുടെ ബറക്കത്ത് കൊതിച്ചുകൊണ്ട് അവിടെ മയ്യത്ത് കൊണ്ടുവെക്കുകയാണ്. ഒന്നും ചെയ്യ, മയ്യത്ത് കൊണ്ടുവെക്കാം, കുറച്ചു നേരം കടത്താ, കൊണ്ടുപോയി കബറടക്കാൻ, വേറൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ മുഹറം മാസത്തിൽ തങ്ങന്മാരെ വധിക്കപ്പെട്ടു, തങ്ങന്മാരെ കർബല നടത്തി നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ റബ്ബിന്റെ തീരുമാനമാണ് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണോ. അത് നിലനിർത്താൻ വേണ്ടി ലോകത്തേക്കുള്ള പ്രഖ്യാപിച്ചൊരായത്താണ് ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയേ, അല്ലാഹ് തങ്ങൾക്ക് കൗസറിനെ തന്നിരിക്കുകയാണ്. വഖീല ഔലാദുഹു, ആ കൗസർ ഏതാണ്? അത് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ മക്കളാകുന്ന തങ്ങന്മാരാണ്. അത് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്നവരാണ്. ആ സയ്യിദന്മാർക്കുള്ള ത്യാഗം സഹിച്ച മാസമാണ് മുഹറം എന്ന് പറഞ്ഞതിന്റെ ആകത്തുക. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നാൽ മുഹറമത്തിനെ ബഹുമാനിക്കണോ, മുഹറം മാസത്തിനെ ആദരിക്കണോ, മുഹറം 10 നോമ്പെടുക്കണോ. എന്നാൽ ഷിയാക്കൾ ചെയ്യുന്നത് പോലത്തെ ഒരു ആദരവ് പാടില്ല. അതുകൊണ്ടല്ലേ മഹാന്മാര് രേഖപ്പെടുത്തിയത് കണ്ടോ, അതായ ഹുസൈൻ എന്ന പേര് പറഞ്ഞ് കടാര കൊണ്ട് കുത്തുന്നത് അത് തികച്ചും തെറ്റാണ്, അത് ഹറാമാണ്. ഷിയാക്കൾ ചെയ്യുന്നത് കുഫ്രിയത്താണെന്ന് വരെ ഇമാമികൾ എഴുതി വച്ചതായി കാണാം. ഓ സുഹൃത്തുക്കളെ, ആ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരാകണം, ആദരിക്കുന്നവരാകണം. അർഹമുർ റഹീമായ റബ്ബ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അഹ്ലു ബൈത്തിന്റെ മഹത്വം പറയുമ്പോൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ തസ്വാഹിഖുൽ മുഹ്ലിഖിൽ വെച്ചത് കാണാം. തങ്ങന്മാര് വലിയ ബഹുമാനമുള്ളവരാണ്. എന്താ ബഹുമാനോ? ബഹുമാനം ഈ കാണുന്ന തടിന്റെ ബഹുമാനമല്ല, ഈ കാണുന്ന കമീസിന്റെ ബഹുമാനമല്ല, ഈ കാണുന്ന തലേക്കെട്ടിന്റെ താടിന്റെ ബഹുമാനമല്ല. അതിനൊക്കെ ബഹുമാനമുണ്ട്. അതിന് പുറമേ അവരുടെ ബഹുമാനം എന്താണ്? അവിടുത്തെ പാപ്പ 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 ഇങ്ങനെ എണ്ണിപ്പോയാൽ 40ാമത്തെ ഉപ്പാപ്പയാണ്, അല്ലെങ്കിൽ 41ാമത്തെ ഉപ്പാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തനബി ഇങ്ങനെ കടന്നു വന്ന് വലിയ 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 പരമ്പര. സുബ്ഹാനല്ലാഹ്. തങ്ങളെ പുതിയാപ്പള ഇപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് 2-3 സയ്യിദന്മാരെ പേര് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. സയ്യിദ് മുഹമ്മദ് ജമൽ ലൈലി റഹിമഹുല്ലാഹ് സബ്ബൽ തങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ചരിത്രം എന്റെ കയ്യിലുണ്ട്. മറ്റേ മുഹമ്മദ് ജമൽ ലൈലിയെ കുറിച്ച് പറഞ്ഞു. കടലുണ്ടിയിലേക്ക് യാത്ര വന്ന തങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരൊക്കെ ആരാ? മുഹമ്മദ് ജമൽ ലൈലി തങ്ങൾ കേരളത്തിലെ കടലുണ്ടിയിലേക്ക്, അതേ യമനിൽ നിന്ന് യാത്ര വന്ന മഹാനാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മുഹമ്മദ് ജമൽ ലൈലി കേരളത്തിലേക്ക് വരാൻ വേണ്ടി ബാപ്പയോട് അനുവാദം ചോദിക്കുകയാണ്. ഒരു നിലക്കും ബാപ്പ അനുവദിക്കുന്നില്ല. അവസാനം അതാ ബാപ്പയോട് പറയുന്നു, മുഹമ്മദ് ജമൽ ലൈലി തങ്ങൾ ബാപ്പയോട് പറയാണ്, ബാപ്പ എനിക്ക് കേരളത്തിലേക്ക് പോകാൻ റസൂലുള്ളാഹിന്റെ ഓർഡർ ഉണ്ട്, എനിക്ക് കേരളത്തിലേക്ക് പോകാൻ റസൂലുള്ളാഹിന്റെ ഓർഡർ ഉണ്ട്. അങ്ങനെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ബാപ്പ യമനിലെ ഹളറമൂത്തിൽ നിന്നിട്ട് സയ്യിദ് മുഹമ്മദ് ജമൽ ലൈലി തങ്ങൾക്ക് അനുവാദം കൊടുക്കുകയാണ്. അതാ മഹാനായ ജമൽ ലൈലി തങ്ങള് കടപ്പുറത്തേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരാൻ. നോക്കുമ്പോ കടപ്പുറത്തൊരു പായക്കപ്പൽ നിൽക്കുകയാണ്. ആ കപ്പലിൽ വരാൻ സൗകര്യമുണ്ട്, പക്ഷേ മുഹമ്മദ് ജമൽ ലൈലി കപ്പലിൽ കയറുന്നില്ല. കപ്പലങ്ങ് വിട്ടതിന്റെ ശേഷം മഹാനവരിൽ കയ്യിലുണ്ടായ ഒരു മുസല്ല, ആ മുസല്ല അങ്ങ് പിരിച്ചു കടലിൽ. കടലിൽ മുസല്ല പിരിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ മുസല്ലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. മുസല്ലയിൽ കയറിയിട്ട് ഹളറമൂത്തിൽ നിന്ന്, യമനിൽ നിന്ന് കേരളത്തിലേക്ക് കടലിലൂടെ, കടലിലൂടെ വന്ന് കേരളത്തിൽ ഇറങ്ങുകയാണ്. ആ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് കടലുണ്ടി. അത് കടലുണ്ടി എന്ന പേര് ഇപ്പത്തെ പേരാണ്. പഴയ പേര് കടലാണ്ടി
എന്നായിരുന്നു. എങ്ങനെ? കടൽ താണ്ടി കടലാണ്ടി വന്നു. മഹാനായ സയ്യിദ് അവറുകൾ കടലാണ്ടി വന്നു എന്ന പേര് കൊണ്ട് കടലാണ്ടി എന്ന് പേര് വെച്ചു. പിന്നീട് കടലുണ്ടിയായിട്ടത് മാറിയതാണ്. അത് ചരിത്രത്തിൽ എഴുതി വച്ചത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ടവർ മുസല്ല വിരിച്ചിട്ട് വരുന്നത് കാണുമ്പോ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് അവിടെ. അവര് കാണുന്നു മുമ്പിലൊരു കപ്പൽ വരുന്നു. കപ്പൽ യാത്രക്കാർ ഇറങ്ങിയിട്ട് പോകുന്നു. ബാക്കിൽ ഒരാൾ മുസല്ലയിൽ കയറി വരുന്നത് കാണുന്നു. മീൻ പിടുത്തക്കാര് മുഴുവനും അവരെ മുമ്പിലേക്ക് പോകുന്നു. പോയിട്ടതാ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവര് അതാ കടപ്പുറത്ത് വന്നിട്ട് ഇറങ്ങിയപ്പോ കൈപിടിച്ച് മത്സ്യപിടുത്തക്കാര് കൈപിടിച്ച് ബഹുമാനിച്ച് ആദരിച്ച് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. കടലുണ്ടിയിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഹദറമൂത്തിൽ നിന്ന് യമനിൽ നിന്നിട്ടൊക്കെ കേരളത്തിലേക്ക് വന്നമാരാണ് തങ്ങന്മാര്. ബഹുമാനപ്പെട്ട തങ്ങൾ സഖാഫ് കുടുംബമാണ്. അവിടുത്തെ ഉപ്പാപ്പ അതാ കഥേകെ, അവിടുത്തെ ഉപ്പാപ്പ എരുമാടിലും കൊടകിലെ പല ഭാഗത്തും കാണാം. അവരൊക്കെ ഹദറമൂത്തിൽ നിന്ന് വന്നവരാണ്, യമനിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ അവർ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തും കറങ്ങി നമ്മുടെ നാട്ടിലെത്തിയ സയ്യിദന്മാർ അല്ലാഹ് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടത്തേക്ക് തങ്ങളെ അല്ലാഹ് നിയോഗിച്ചതാണ്. അങ്ങനെയല്ലേ അഹ്ലു ബൈത്തിനെ പല ഭാഗത്തേക്കും അല്ലാഹ് നിയോഗിക്കുകയാണ്. ഈ മുടിപ്പുവിലെ പഴയ കാലത്ത് പോകുന്ന സമയത്ത് കൽപ്പന മാത്രമേ കണ്ടിരുന്നു. കല്ലിന്റെ കൽപ്പന. ഇന്ന് ഈ ഭാഗത്ത് വരുമ്പോൾ ഞാനിപ്പോ കൂടെയുള്ളവരോട് പറഞ്ഞു, കണ്ടോ എച്ച് പാർക്കിലെ ഗ്രാൻഡ് മസ്ജിദിന്റെ മിനാരമാണ് ഇന്ന് കാണുന്നത്. നമ്മളാരും സ്വപ്നത്തിൽ വിചാരിച്ചത് പോലുമല്ല. പക്ഷേ റബ്ബിന്റെ തീരുമാനം, ഈ കൽപ്പനയിലേക്ക് ഒരു തങ്ങളെ കൊണ്ടുവരണം. അവിടെ പള്ളി ഉണ്ടാകണം, അവിടെ ദർസ് ഉണ്ടാകണോ, അവിടെ സ്ഥാപനമുണ്ടാകണോ. ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. ആ നിഅമത്തിനെ എന്നും നിലനിർത്തണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്തിന്റെ നേതൃത്വം ഈ നാട്ടിലും പരിസര നാടുകളിലും നീ നിലനിർത്തണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാകുന്ന അഹ്ലു ബൈത്തിന്റെ നേതൃത്വം വരുമ്പോ അവിടെയുണ്ട് റസൂലുള്ളാഹിന്റെ നോട്ടമെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. ഞാൻ നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, എപ്പോഴും ഈ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്ന് നല്ലവരായി ജീവിക്കണം. ഹജ്ജിന് പോയി വന്നവരാണ്, ക്ഷീണം മാറിയിട്ടില്ല. ഹജ്ജിന് പോയി വന്നവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കഅബനെ ചുംബിച്ചു വന്നാല് ആ മുഖത്തിന്റെ പവർ പെട്ടെന്ന് കെട്ടുപോകൂല. 40 ദിവസക്കാലം ദുആക്ക് ഇജാബത്തുണ്ട്. ഇവിടെ ഹാജിമാര് പലവരുമുണ്ട്. അവരൊക്കെ ദ്വാരിപ്പിക്കേണ്ടവരാണ് നമ്മളൊക്കെ. എന്തേ? അവർ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നവരാണ്. ഇന്നത്തെ മജ്ലിസ് പ്രത്യേകം ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മജ്ലിസാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ആത്മാർത്ഥതയുടെ മജ്ലിസിൽ പങ്കെടുത്തു സഖാഫിയ റാത്തീബ് ചെല്ലുമ്പോൾ ആ റാത്തീബിൽ നന്നായി ചെല്ലുന്നവരാകണോ. ദിക്റാണ് പരിഹാരം, എല്ലാത്തിന്റെയും പരിഹാരം ദിക്റാണ്. ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം നടക്കുകയാണ്. അതാ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ എഴുതി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ബദർ യുദ്ധം നടക്കുകയാണ്. ലമ്മാ കാന യൗമു ബദരിൽ, ബദറിന്റെ ദിവസമാകുമ്പോൾ ഖാതൽതു, അലിയാർ തങ്ങൾ പറയാണ്, ബദറിന്റെ രണാങ്കണത്തിൽ ഞാൻ ജോറായി യുദ്ധം ചെയ്യുകയാണ്. റസൂലുള്ളാഹി അപ്പുറത്ത് ഖൈമയിലാണ്, അവിടെ ബദർ യുദ്ധം നടക്കുകയാണ്. റസൂലുള്ളാഹി ഖൈമയിലാണ്. ഞാൻ ഇടക്കിടക്ക് റസൂലുള്ളാഹിനെ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ഖൈമയിലേക്ക് പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, അൻദുറു മാദാ യസ്നഉ, ഹബീബായ തങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ് ഞാൻ ഖൈമയിലേക്ക് പോകുന്നത്. ഫജിഉതു, ഞാൻ അങ്ങനെ ഖൈമയിലേക്ക് ചെന്ന് നോക്കുമ്പോ വഹുവ സാജിദുൽ, റസൂലുള്ളാഹി സുജൂദിലാണ്. ബദർ യുദ്ധം നടക്കുകയാണ്. റസൂലുള്ളാഹി ഖൈമയിൽ സുജൂദിലാണ്. വഹുവ യഖൂലു, റസൂലുള്ളാഹി ഖൈമയിൽ സുജൂദിൽ ഇങ്ങനെ പറയുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു
ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ലാ യസീദു അലാ ദാലിക. ഇതിനേക്കാൾ കൂടുതലായി റസൂലുള്ള ഒന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ വീണ്ടും സുമ്മ റജഅതു ഇലൽ ഖിതാലി, ഞാൻ യുദ്ധക്കളത്തിലേക്ക് അങ്ങ് മടങ്ങി. സുമ്മ ജിതു, പിന്നെയും ഞാൻ റസൂലുള്ളാഹിന്റെ ഖൈമയിലേക്ക് വന്നു. വഹുവ സാജിദുൽ, റസൂലുള്ള സുജൂദിലാണ്. വഹുവ യഖൂലു, റസൂലുള്ള പറയുന്നു ലാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ പലവട്ടം യുദ്ധവേളയിൽ യുദ്ധം ചോറായി നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാനതാ റസൂലുള്ളാഹിനെ നോക്കാൻ വരുന്നു. വരുമ്പോഴെല്ലാം റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കടന്നിട്ട് പറയുന്നു യാ ഹയ്യു യാ ഖയ്യൂം വകാന ലാ യസീദു അലാ ദാലിക ഇലാ അൻ ഫതഹല്ലാഹു ലഹു. യുദ്ധം വിജയിക്കുന്നവരെ റസൂലുള്ള ദിക്റിലാ. ഹബീബായ തങ്ങൾ സുജൂദിൽ കടന്നിട്ട് ദിക്ർ ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ ഈ സംഭവം ആയത്തുൽ കുർസിയുടെ തഫ്സീറിൽ എഴുതി വെച്ചെടുക്കാണ്. എന്താണ് മഹാന്മാര് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനിക്ക് അല്ലാഹുവിനോടൊന്ന് ചോദിച്ചാ പോരെ? ചോദിക്കണ്ട, ഒന്ന് മേൽപോട്ടങ്ങ് നോക്കിയാ പോരെ? പഠിച്ചോനെ യുദ്ധം വിജയിക്കണം എന്ന് ചിന്തിച്ച് ഒന്ന് കണ്ണൊന്ന് മേൽപോട്ട് ഉയർത്തിയാ പോരെ? ചെയ്തില്ല. റസൂൽ സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നു യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. അതുകൊണ്ടല്ലേ ചില ത്വരീഖത്തിന്റെ മശായിഖന്മാരെ മുമ്പിൽ പോയാൽ, പഴയ കാലത്തുള്ള ത്വരീഖത്തിന്റെ മശായിഖന്മാര് അവര് ത്വരീഖത്ത് കൊടുക്കുമ്പോ, ജിസ്തിയ നഖ്ശബന്ദിയ ത്വരീഖത്ത് കൊടുക്കുമ്പോ അന്ന് കൊടുത്ത ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. അതങ്ങ് ചൊല്ലിയാൽ എവിടെയും വിജയമാണ്. ബദറിൽ വിജയമാണ്, മനുഷ്യ ജീവിതത്തിൽ വിജയമാണ്, മരിക്കുമ്പോ ഈമാനിന് വിജയമാണ്, ആഖിറത്തിൽ വിജയമാണ്, എല്ലാ സ്ഥലത്തും വിജയമാണ്. വിജയം ലഭിക്കണോ ദിക്റിലേക്ക് വരണം. വിജയം കരഗതമാക്കണോ ദിക്റിലേക്ക് വരണോ. ആ ദിക്ർ കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ബദറിന്റെ യുദ്ധത്തിന്റെ വിജയം അല്ലാഹുവോട് ദിക്ർ ചൊല്ലി 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 ചോദിച്ചു വാങ്ങുകയാണ്. നമുക്കും വിജയം ദിക്റിലൂടെയാണ്. ആത്മീയത ദിക്റിലൂടെയാണ്. മനഃശാന്തി ദിക്റിലൂടെയാണ്. മനസ്സമാധാനം ദിക്റിലൂടെയാണ്. എപ്പോഴും ദിക്റുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എഞ്ചു പാർക്കിൽ നടക്കുന്ന വലിയ ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാഹ് ഇവിടെ സ്ഥിരമായി നിൽക്കുന്ന ഉസ്താദുമാരും നാട്ടിന്റെ നാനാഭാഗത്തു നിന്ന് പ്രഗത്ഭന്മാരായ ഉസ്താദുമാര് വന്ന് ഇവിടെ ക്ലാസ് എടുത്തു പോകുന്ന വലിയൊരു ശരീഅത്ത് കോളേജ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 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 ഇത് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടത്തെ ശരീഅത്ത് കോളേജ് തങ്ങൾ എന്ന് പറയുന്ന ഒറ്റയാൾ പോരാട്ടമല്ല വേണ്ടത്. തങ്ങളാകുന്ന ഒറ്റയാൾ പോരാട്ടമല്ല വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ പുടിപ്പിലെ പരിസരത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും തങ്ങളെ പിന്നാലെ കൈകോർത്തുകൊണ്ട് ഈ ദർസിന്റെ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി എപ്പോഴും തങ്ങളെ പിന്നാലെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളെ സരസ്സുനി ഖബൂൽ ചെയ്യണം റഹ്മാനേ. ദുആക്ക് ഇജാബത്ത് ചെയ്യണം റഹ്മാനേ. അഭിമന്യരായ തങ്ങൾ ഉസ്താദ് ഷറഫുസ് സാദാത്ത് തങ്ങൾ ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞു വന്നതാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ബീബിയാകുന്ന ഉമ്മ, ആ ഉമ്മാക്കും തങ്ങൾക്കും നീ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനേ. ക്ഷീണങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കുറേ കാലം അവരെ തണല് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഞങ്ങൾക്കൊരു അമലും ഇല്ല, ഒരമലും ഇല്ല. സുബ്ഹാനല്ലാഹ് സന്തോഷമുണ്ട്. ഒരു സാധാരണക്കാരനോട് ഞാനൊരു 2 ദിവസം മുമ്പ് എൻ്റെ ബേജാറ് പറഞ്ഞു. എന്താ ബേജാറ്? ഞാനൊക്കെ മരിച്ചാൽ എന്തു ചെയ്യും? പെട്ടെന്ന് ഇങ്ങനെ മരിക്കല്ലേ, ഞാനൊക്കെ മരിച്ചാൽ എന്തു ചെയ്യും, എങ്ങനെ കബറിൽ കിടക്കുമെന്ന് പറയുമ്പോ ഒരു സാധാരണക്കാരനാകുന്ന ചെറുപ്പക്കാരൻ എന്നോട് സമാധാനം പറഞ്ഞൊരു വാക്ക്, ഉസ്താദേ നിങ്ങൾക്കെന്തേ, നിങ്ങൾക്ക് കൂറത്തങ്ങളില്ലേ, നിങ്ങൾക്ക് പൊസോട്ട് തങ്ങളില്ലേ, നിങ്ങൾക്ക് അഷ്റഫ് തങ്ങളില്ലേ? ചോദിച്ചൊരു ചോദ്യമാണ്. ഓ ഞങ്ങൾക്ക് അതേ പ്രതീക്ഷയുള്ള വേറൊന്നുമില്ല, ഒരു അമലും ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷ തങ്ങന്മാരാ.
പൊസോട്ട് തങ്ങളെ ഹയാത്ത് കാലത്ത് കാലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ മഹ്ശറക്കെത്തുമ്പോൾ തങ്ങൾ ഉപ്പാപ്പാന്റെ കൈയും പിടിച്ചു പോകുമ്പോൾ ഈ മിസ്കീൻ എവിടെയെങ്കിലും കരയുന്നത് കണ്ടാലൊന്ന് മാടി വിളിക്കണം എന്ന് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ ദ്വാരക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊസോട്ട് അതേ ബഹുമാനപ്പെട്ട ഖുറത്തു സദാത്ത് കൂറത്തങ്ങളോട് തങ്ങളെ ഈ മിസ്കീനെ കൈപിടിക്കണമെന്ന് പറയുമ്പോൾ തങ്ങൾ കരഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയും പറയാനുള്ളത് അത് മാത്രമാണ്. നിങ്ങളെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പിന്നാലെ പോകുമ്പോ ഈ മുടിപ്പിലെ എഞ്ച് പാർക്ക് മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങൾ തങ്ങളെ മുഹിബ്ബീങ്ങളാണ്. അവര് തങ്ങളെ പിന്നാലെ കൂടിയത് ഒരു ലക്ഷ്യവുമില്ല. അവർക്ക് ഇവിടുത്തെ പള്ളിന്റെ പ്രസിഡന്റ് ആകണ്ട, അവർക്ക് ഇവിടുത്തെ സെക്രട്ടറി ആകണ്ട, ഞങ്ങൾക്ക് ഒരു അധികാരവും വേണ്ട. ഞങ്ങൾ തങ്ങന്മാരെ പിന്നാലെ കൂടിയത് എന്തിനാണ്? ഉപ്പാപ്പ തങ്ങന്മാരെ രക്ഷപ്പെടുത്തുമ്പോ ഞങ്ങളെ ഒന്ന് വിളിച്ച് ആ കൂട്ടത്തിലൊന്ന് പെടുത്തണം. ഇതാണ് ഞങ്ങളെ അപേക്ഷ. അപേക്ഷ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അഹ്ലു ബൈത്താകുന്ന സയ്യിദന്മാർക്ക് ആഫിയത്ത് കൂട്ടിക്കൊടുക്കണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അഹ്ലു ബൈത്തിന്റെ മുഹിബ്ബീങ്ങളിൽ നീ പെടുത്തി തരണം അല്ലാ. പെട്ടെന്ന് അറിയാതെ കൂറത്തങ്ങൾ എഴുന്നേറ്റുപോയി, പല സയ്യിദന്മാരും എഴുന്നേറ്റുപോയി. ഞങ്ങളെ തങ്ങൾക്ക് കുറെ ആയുസ് നീ കൊടുക്കണം റഹ്മാനെ, നിന്റെ പൊരുത്തത്തിലുള്ള ആയുസ് നീ കൂട്ടിക്കൊടുക്കണേ അല്ലാ. ആ മുഖം കുറെ കാലം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. സദസ് നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ സ്വീകരിക്കണം റഹ്മാനെ. برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. എൺമൂർ ഉസ്താദ്, പാത്തൂർ സക്കാഫി ഉസ്താദ്, ഇവിടുത്തെ മുദരിസായ മദനി ഉസ്താദ്, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും റാഹത്തും കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.